ബിഗ് ബോസ് മലയാളത്തിൻ്റെ 6ാം സീസണിൽ വിന്നറായ താരമാണ് ജിൻഡോ. ജിം ട്രെയിനറായി ജോലി ചെയ്തിരുന്ന ജിൻഡോയ്ക്ക് വലിയ ജനപ്രീതിയാണ് ലഭിച്ചത്. ഷോ നടക്കുമ്പോഴും താൻ ഒരു പെൺകുട്ടിയുമായി ഇഷ്ടത്തിലാണെന്നും വിവാഹം ഉണ്ടാവുമെന്നും പറഞ്ഞിരുന്നു. വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതിനു ശേഷം ജിൻഡോയുടെ വിവാഹം മുടങ്ങി. എന്താണ് അത് മുടങ്ങിപ്പോവാൻ മാത്രം പ്രശ്നം ഉണ്ടായതെന്ന ചോദ്യത്തിന് അറോറ മീഡിയ നെറ്റ്വർക്കിന് നൽകിയ അഭിമുഖത്തിലൂടെ ജിൻഡോ വെളിപ്പെടുത്തുകയാണ്. എൻ്റെ ആദ്യ വിവാഹം പള്ളിയിൽ നിന്നും വേർപിരിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഈ വിവാഹം വേണ്ടെന്ന് പറഞ്ഞത്. എനിക്കും എൻ്റെ വീട്ടുകാർക്കും പള്ളിയിൽ വെച്ച് കെട്ടണമെന്ന് തന്നെയാണ് ആഗ്രഹം. കുട്ടി വന്നപ്പോൾ അവളോട് പറഞ്ഞു. പക്ഷേ അവർക്ക് എന്തുമറിയാം, അവരെ ആർക്കും അറിയില്ല. ആ കുട്ടിയുടെ പേരോ ഫോട്ടോയോ ഞാൻ പുറത്ത് വിട്ടിട്ടില്ല. അത്രയും ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചത്. കല്യാണം നടത്തണമെന്ന് ആഗ്രഹിച്ചപ്പോൾ എന്താ സംഭവിച്ചതെന്ന് കുറച്ച് കഴിഞ്ഞ് ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തും. കല്യാണത്തിന് 10 ദിവസം മുമ്പ് നാട്ടിലേക്ക് വരാമെന്നാണ് പറഞ്ഞത്. വന്നതിന് ശേഷമാണ് അവരുടെ സ്വഭാവം മനസ്സിലാക്കി തന്നത്. അവർക്ക് പേരിന് മാത്രം ഒരു ഭർത്താവിനെ മതി. കല്യാണത്തിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയതിനു ശേഷമാണ് അത് മുടങ്ങിയത്. കല്യാണം നടക്കുന്നതിൻ്റെ 8 ദിവസം മുമ്പാണ് ഞാനത് വേണ്ടെന്ന് വെക്കുന്നത്. എല്ലാം ഏൽപ്പിച്ചതിലൂടെ ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടു. 3D ക്ലാസുകൾ കൊണ്ട് കാണുന്ന രീതിയിലാണ് ആൽബവും മറ്റുമൊക്കെ സെറ്റ് ചെയ്തത്. സദ്യ, വണ്ടി, ആളുകൾ എല്ലാം ശരിയാക്കി. അവൾ വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരുന്നത്. ദുബായിൽ എത്തിയത് അറിഞ്ഞതിന് ശേഷമാണ് ഫുഡിൻ്റെ ഓർഡർ പോലും കൊടുത്തത്. പക്ഷേ ഈ കുട്ടി നാട്ടിലെത്തിയതിനു ശേഷം എനിക്ക് ഓരോ കാര്യങ്ങൾ പലരും എനിക്ക് അയച്ചു തരാൻ തുടങ്ങി. ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് കല്യാണത്തിന് മുമ്പുള്ള കാര്യമല്ലേ എന്നാണ് പറഞ്ഞത്. അത് ശരിയാണല്ലോ എന്ന് കരുതി എനിക്ക് അയച്ചവരോടും ഞാൻ എങ്ങനെ തിരിച്ചു ചോദിച്ചു. അവളോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ, നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഇതൊക്കെ തന്നതെന്നും നിനക്ക് വേറൊരു വോയിസ് അയച്ചു തരാമെന്നും അയാൾ പറഞ്ഞു. ആ വോയിസിൽ പറയുന്നത് പേരിനൊരു ഭർത്താവിനെ മതിയെന്നും ഞാൻ സ്ഥിരമായി അങ്ങോട്ട് ചെല്ലില്ലെന്നുമാണ്. വ്യക്തമായി അവൾക്കും അതറിയാം. എൻ്റെ ജീവിത സാഹചര്യം വിട്ട് ഇവിടുന്ന് മറ്റെങ്ങോട്ട് പോകില്ലെന്ന് ഞാൻ അവളോട് പറഞ്ഞതാണ്. ഇടയ്ക്ക് പോയി വന്ന് നിൽക്കാനേ സാധിക്കുകയുള്ളൂ. പേരിനൊരു ഭർത്താവിനെ മതിയെന്ന് പറയുന്നത് കേട്ടിട്ട് പിന്നെയും എങ്ങനെ സഹിച്ചു നിൽക്കാനാണെന്ന് ജിൻഡോ ചോദിച്ചു.